ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവറിന്റെ ഫാമിലിയിൽപ്പെട്ടതാണ് കേട്ടോ. ഇത് നന്നാക്കുന്ന സമയത്ത് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതേപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരൽപ്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഗുണമുള്ള ഒന്ന് തന്നെയാണ്. ബ്രൊക്കോളി ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ധാരാളം നാരുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഒക്കെ ബ്രൊക്കോളി കഴിക്കുന്നത് നല്ലതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാനായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള നാരുകൾ സഹായിക്കും. അപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ തണ്ട് കാര്യങ്ങൾ വേവാതെ ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് നടുക്ക് കുറച്ച് സ്പേസ് ആക്കിയതിന് ശേഷം 2 മുട്ട ബീറ്റ് ചെയ്തത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. ബ്രൊക്കോളിയിൽ ല്യൂട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയാനും ഒക്കെ നല്ലതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. ബ്രൊക്കോളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഒരല്പം വില കൂടുതലായതുകൊണ്ട് തന്നെ അധികമാരും ഇത് വാങ്ങി ഉപയോഗിക്കാറില്ല. ഇത് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ബ്രൊക്കോളി പിന്നെ കുറേ ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാരണം നമ്മളെ കറക്റ്റായ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മളൊരല്പം പീര കൂടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പീര, ഒരുപാടല്ല കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്.